ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബേട്ടി വ്ളോഗ്സ്. ഇന്നൊരു പെട്ടി പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ സായുവിൻ്റെ കുറച്ച് ഐറ്റംസ് എസെൻഷ്യൽസ് നമുക്ക് കണ്ടിട്ട് വരാം. തൽക്കാലം സായുവിൻ്റെ ഇതിൽ നിന്ന് തുടങ്ങാം. ഈ ഇരിക്കുന്നതൊക്കെ വീട്ടിലിടുന്ന ക്ലോത്ത്സാണ്. മിക്കതും ഫുൾ കൈയൊക്കെയാണ് മഴക്കാലം ആയതുകൊണ്ട്. സോ നൈറ്റ് ഡ്രസ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ആൻഡ് ഇതൊക്കെ നിക്കർസ്. പിന്നെ 2 നല്ല ഡ്രസ്സ് എവിടെയെങ്കിലും പുറത്ത് പോയാൽ ഇടാനായിട്ട്. ഇത് സിപ്പിയുടെ ഒരു ഫ്രണ്ട് വാങ്ങി തന്ന ഡ്രസ്സാണ്. നമ്മളിതുവരെ ഇട്ടിട്ടില്ല. നൈസ്. സമയം രാത്രി 11 മണിയായി. അപ്പോൾ പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുകയാണ്. പക്ഷേ ഇത് കണ്ട് വഴക്ക് പറയാൻ ഇവിടെ ആരുമില്ല. ബിക്കോസ് പ്രഭു ബിസിയായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സായി ഉറങ്ങാണ്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഈ ഒരു തട്ടിക്കൂട്ട് വ്ളോഗ് ഞാൻ സെറ്റാക്കാം. പിന്നെ ഈ ബിബ്, ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ആകെ ഒരെണ്ണേ ഉള്ളൂ. കുറച്ചും കൂടി എക്സ്ട്രാ വാങ്ങിക്കണം. പിന്നെ അടുത്ത എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഈ ചെറിയ ടവൽ പോലത്തെ ക്ലോത്ത്സ്. ഇത് കയറുമെന്നറിയില്ല. ഇതൊരു സ്കാർഫ് പോലത്തെ ഐറ്റമാണ്. പക്ഷെ ഞാനൊരു സന്തോഷത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സോക്സ് ഇതുപോലത്തെ 1-2 കൂടി ഉണ്ട്. അതൊക്കെ ഉണക്കായിട്ടേക്കോ ഞാൻ. പിന്നെ ഈ ഒരു ഡ്രൈ ഷീറ്റ്, ഡയപ്പർ ഫ്രീ ടൈമിന് ഇത് ഭയങ്കര എസെൻഷ്യലാണ്. പിന്നെ ഈ അടുത്തായിട്ട് മസ്ലിൻ ക്ലോത്ത്, പഴയ മസ്ലിൻ ക്ലോത്ത് ഇല്ലേ, സ്വാഡിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ കുളിച്ചിട്ട് തുടയ്ക്കാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ അത്, പിന്നെ ഒരു എക്സ്ട്രാ കുഞ്ഞ് ടവൽ, ദെൻ ഇങ്ങനത്തെ ഒരു 2 എവിടെയെങ്കിലൊക്കെ വിരിച്ച് കിടത്തേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ, മഴക്കാലമല്ലേ. പിന്നെ ഈ ഒരു ഷീറ്റ് നമ്മൾ രാവിലെ അങ്ങ് എടുത്തുകൊണ്ട് പോകും, മൂടാനായിട്ടാവും. ഇതാണ് സാമിൻ്റെ ബാഗ്. ഇത്രയും ക്ലോത്ത്സ് എന്തിനാന്ന് വെച്ചാൽ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഉണങ്ങാൻ നല്ല പാടാണ്. സോ മാക്സിമം എടുത്ത് കുത്തി നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സുകൾ ഇത്രയും വെച്ചപ്പോൾ തന്നെ ഇത് നിറഞ്ഞു. ഇനി നമുക്ക് ക്ലോത്ത് ഡയപ്പേഴ്സ്, ഡയപ്പറൊക്കെ എടുക്കാനുണ്ട്. അതൊന്നും ഇതിനകത്ത് തികയില്ല. അതൊക്കെ ഞാൻ എൻ്റെ പെട്ടിക്കകത്ത് വയ്ക്കുന്നതായിരിക്കും. ക്ലോത്ത് ഡയപ്പർ ഇനി ഉണങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ രാവിലെ ഇതിനകത്ത് കുത്തി കയറ്റാൻ പറ്റുള്ളൂ. എൻ്റെ ബാഗിനകത്ത് സ്ഥലമുണ്ടെങ്കിൽ അതിനകത്ത് വേണം വയ്ക്കാൻ. ഇനി നമുക്ക് കുറച്ച് ടോയ്ലറ്ററീസ് ആൻഡ് കോസ്മെറ്റിക് ഐറ്റംസ് പാക്ക് ചെയ്യണം. അതിന് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. ഒരു 3 സൈസിലുള്ള ബാഗ്സ് ഉണ്ടാവും ഇങ്ങനത്തെ. തന്നെ സാനിൻ്റെ മോയ്സ്ചറൈസർ, പൗഡർ, റാഷ് ക്രീം, 2 ചീപ്പ് ആൻഡ് കൺമഷി, പിന്നെ കുറച്ച് ഇങ്ങനത്തെ ക്ലിപ്സ്. സാനിൻ്റെ ഉള്ള മുടിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തേച്ച് കാണിച്ച് വെക്കാറുണ്ട്. സോ അത്. പിന്നെ ഇത് പുതിയതാണ്, മോസ്കിറ്റോ പാച്ചസ്. യൂസ്ഫുൾ ആണോ എന്നറിയില്ല, എന്തായാലും എടുക്കുന്നുണ്ട്. ന്യൂട്രോജീനയുടെ ഒരു സ്ക്രബ്, ഫേസ് വാഷ്, പിന്നെ ഒരു റോസ് വാട്ടറിൻ്റെ കൺമഷിയും ഈ ക്ലിപ്സൊക്കെ ഞാൻ എൻ്റെ വേറൊരു പൗച്ചിലിടാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇതിനകത്തൊക്കെ വലിയ സാധനങ്ങളാണ്, അതിൻ്റെ ഇടയിൽ ഇത് പെട്ടുപോകും. അപ്പോൾ ദിസ് ഇസ് ഇറ്റ്. ഷാംപൂ സാധനങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല, അവിടെ എന്തെങ്കിലും കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ റേസറും ബ്രഷും ഇതിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ക്രീംസ് ആൻഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ എൻ്റേത് ഇതിനകത്ത് സെറ്റായി. സായുവിൻ്റെ ബാഗ് ഇത് തന്നെയാണ്. നമ്മൾ സോപ്പ് നാളെ ചിലപ്പോൾ സിപ്പ് ലോക്കിലാക്കി അങ്ങനെ എടുക്കുമായിരിക്കും, ഇല്ലെങ്കിൽ എടുക്കില്ല. സോ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വരുമോയെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞു. ഇത് ഞാൻ എൻ്റെ പണ്ടത്തെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അന്ന് നമുക്ക് ഇതിനകത്ത് വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഐറ്റംസ് ഉണ്ട്. ബേബിക്ക് കുറുക്ക് കൊടുക്കുന്ന സാധനമോ അല്ലെങ്കിൽ ഫീഡിങ് ബോട്ടിലൊക്കെ ഇതിനകത്താക്കാൻ പറ്റും. സോ ഇത് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ കാലം കൊണ്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു പൗച്ചിലാണ് എൻ്റെ കൺമഷി, ഐലൈനർ, പൊട്ട്, ചീപ്പ്, ചാന്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നത്.
ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഡൺ. ഇതിനകത്ത് ഞാൻ വള മാല അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല, ബിക്കോസ് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ലിപ്സ്റ്റിക്ക്, ഐലൈനർ, ഒരു നിയാസിനമൈഡ് സിറം, പിന്നെ ഒരാവശ്യമില്ലാത്ത ഫൗണ്ടേഷനൊക്കെ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നാൽ. വേറെ ഒന്നുമില്ല. ലിപ് ബാം, പിന്നെ ഇതെൻ്റെ ഒരു അത്രാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, പക്ഷെ ഞാനിപ്പോൾ ചെറുതായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി ലിപ്സ്റ്റിക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ഇങ്ങനത്തെ ക്ലിപ്പ്, ഹെയർ ബാൻഡ്സ്. അപ്പോൾ എൻ്റെ ഇതും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് നിങ്ങളെ കാണിക്കുന്നതെന്ന്. വെറുതെ, ബിക്കോസ് എനിക്ക് വേറെ ഒന്നുമില്ല കാണിക്കാൻ. ഈ വലിയ ഡയപ്പർ, ഡ്രൈ ഷീറ്റൊക്കെ നമ്മൾ വലിയ പെട്ടിയിലാണ് വെക്കുന്നത്. ഈ ആവശ്യത്തിന് വേണ്ട 1-2 ബേബി ബാഗിൽ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് വലിയ പെട്ടിയിലിട്ട് വയ്ക്കാം. അപ്പോൾ എൻ്റെ പെട്ടി ഇവിടെ പാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 പുറത്തിടുന്ന ഡ്രസ്സ്, ബാക്കിയെല്ലാം വീട്ടിലിടുന്ന സാധനങ്ങൾ, പിന്നെ ഒരു ബുക്ക്, പിന്നെ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ വെച്ചു. ഗുണം ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ ട്രൈപോഡൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ സായുവിൻ്റെ ഫസ്റ്റ് വന്ദേ ഭാരത് യാത്രയാണ്. പകലാദ്യമായിട്ടാണ് ഞങ്ങൾ സായുവായിട്ട് ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ട്രെയിനിൽ. ഇതിനു മുന്നേ പോയത് രാത്രിയായിരുന്നു. അപ്പോൾ ഇന്നെനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ടോട്ടൽ 3 ഹവേഴ്സിൻ്റെ യാത്രയായിരുന്നു. അതിലൊരു ഏകദേശം ഹാഫ് ആൻ അവറൊക്കെ സായു കിടന്ന് ഉറങ്ങി. പക്ഷേ 2.5 മണിക്കൂർ ഞങ്ങൾ കഷ്ടപ്പെട്ട് എൻ്റർടൈൻമെൻറ്റ് ഒപ്പിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ ഉറക്കാൻ നോക്കിയെങ്കിലും കമ്പാർട്ട്മെൻറ്റിലെ വേറെ കുട്ടികളുടെ സൗണ്ടൊക്കെ കേട്ട് സായിന് ഉറങ്ങാൻ പറ്റിയില്ല. സോ മൊത്തത്തിൽ എനിക്ക് ഒട്ടും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ടയേർഡായിപ്പോയി. എൻ്റർടൈൻ ചെയ്ത് വയ്ക്കാൻ കുറച്ച് എനർജി വേണമല്ലോ. അപ്പോൾ രാത്രി യാത്രകളാണ് ഞാനിനി പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ വന്ദേ ഭാരതത്തിൽ ഞങ്ങൾ ട്രിവാൻഡ്രം എത്തി ഗൈസ്. വന്ദേ ഭാരതം ഫുഡൊന്നും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് ഞങ്ങൾ പൊറോട്ടയും അമ്മയുടെ നല്ല അടിപൊളി ബീഫ് പെരട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.